ആണോ? ആണോ സമീറ? ആണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ലൈവിൽ വന്നിട്ട് ഇപ്പോൾ തനുജ ആത്മഹത്യാ ശ്രമത്തിനുള്ള ഇതൊക്കെ കാണിക്കുന്നു, അതുപോലെ അത് തുപ്പിക്കളയുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. തനുജ ഒന്ന് മനസ്സിലാക്കണം, തനുജ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ പോയവർ പോയി, ശരിയാണ്, നമുക്കത് പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പോയി അയാൾ വേറെ കല്യാണം കഴിച്ചു, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. തനുജ ഒന്ന് മനസ്സിലാക്കണം, ആ മോളും കൂടി ഇനി പോകാനുള്ള അവസ്ഥ വരുത്തരുത്. ഇതൊക്കെ കാണുമ്പോൾ എന്താണെങ്കിലും മക്കൾക്കും വെറുപ്പാകും. പിന്നെ അച്ഛൻ പോയതുപോലെ മോളും പോയി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല തനുജ. ഇത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ലൈവ് ഇടുന്ന സമയത്ത് പലതും നമുക്ക് നേരിടേണ്ടി വരും. അല്ലെങ്കിൽ തനുജ ലൈവ് നിർത്തിയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തനുജ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇതാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സഹായിക്കലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുക, നമ്മുടെ സന്തോഷം എന്താണ് ആ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. പോയതിനെ കുറിച്ച് ചിന്തിച്ച് ലൈവുകളിൽ അയാളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഇരുന്നിട്ടോ, അയാളെ കുറ്റം പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ ലൈവ് ഇടുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേര് പോകുന്നുണ്ട്. അവിടുത്തെ കുറ്റം ഇവിടെ പറയും, ഇവിടുത്തെ കുറ്റം അവിടെ പറയും. ഒരുതരം കുടുംബശ്രീയിൽ നടക്കുന്ന ഇതുപോലെ ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തനുജ ഒന്ന് മനസ്സിലാക്കണം, മോള് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു വലിയൊരു മോളുണ്ട് എന്ന് ചിന്തിച്ച് ആ മോൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് തനുജയെ പോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ ഇന്നും പടവെട്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒറ്റയ്ക്ക് മക്കളെ വളർത്തി നല്ല അന്തസ്സോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അതുമാത്രം തനുജ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ഒരുപിടി ഗുളികയും വായിലിട്ടിട്ട് ഇങ്ങനെയുള്ള കൂത്തുകൾ കാണിക്കുകയല്ല തനുജ ചെയ്യേണ്ടത്. നമുക്ക് ലൈവിൽ അവർ കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവുന്നു, നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ആണോ? ആണോ സമീറ? ആണോ? 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 നീ എന്നെ വീണ്ടും പ്രേരിപ്പിക്കുക. എന്നെ വീണ്ടും ഇവിടെ വന്ന് എന്നെ ചൊറിഞ്ഞതാണേ. സമീറ ചൊറിഞ്ഞതാണ്. സമീറ ചൊറിഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അവർ ചൊറിയട്ടെ, നമ്മൾ ലൈവ് ഇടുമ്പോഴും അതുപോലെ വീഡിയോസ് ചെയ്യുമ്പോഴും പലരും നമ്മളെ ചൊറിയാനുണ്ടാവും. അതൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാൻ നിന്നാലുണ്ടല്ലോ തനുജ, നമുക്ക് ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റില്ല. തനുജയ്ക്ക് ഇപ്പോൾ നല്ലൊരു ഇതുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് തനുജ ചെയ്യേണ്ടത്. പലരും ചൊറിയാൻ വരും. നമ്മൾ സോഷ്യൽ മീഡിയയാണ്, നമുക്ക് വീഡിയോ ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ നമ്മളെ ചൊറിയാനും നമ്മളെ നെഗറ്റീവ് കമൻറ്റ്സ് പറയാനുള്ള റൈറ്റ്സ് ഈ വീഡിയോ കാണുന്നവർക്കുണ്ട്. അതും നമ്മൾ നോക്കിയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നാലുണ്ടല്ലോ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. എനിക്കും ഒരുപാട് നെഗറ്റീവ്സും പല ഇതും വരാറുണ്ട്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടാവുന്നത് കിട്ടും. ഇപ്പോൾ ഒരുപാട് ഡോളറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വീഡിയോ ചെയ്തത് കൊണ്ട് കിട്ടുന്നില്ല, എങ്കിലും നമ്മളൊരു കിട്ടുന്ന ഒരു പ്രതീക്ഷ കൊണ്ട് നമ്മളത് അത്രയ്ക്ക് മാത്രം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പം പലരും പല രീതിയിൽ നമ്മൾ ചൊറിയാനുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല തനുജ. എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടെ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറഞ്ഞ എന്നെയും നമ്മൾ തെറ്റിച്ചപ്പോ നിനക്ക് സമാധാനം എല്ലാ രീതിയിലും എല്ലാം. ഞാൻ ചത്തില്ല, ഇപ്പൊ ചാവും കേട്ടോ. ഓർക്കൂടി കുടിച്ചതാ. കണ്ടോ, ഉറക്ക ഗുളിക കഴിച്ചതെന്നാണ്. ആ കുഞ്ഞിനെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ മോളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മോൾക്ക് ഒന്നാമതേ എന്തൊക്കെയോ ചെറിയ വൈകല്യങ്ങളുണ്ട്. ആ മോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഷോക്കായിപ്പോൾ. അന്നെന്തോ ജിനുവിന് സ്വന്തം അച്ഛന് ഫോൺ ചെയ്തെന്നും പറഞ്ഞിട്ട് തനുജ ഉണ്ടാക്കിയ പുകിൽ നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ആരോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ ഉറക്ക ഗുളിക വാരി തിന്നിട്ട് അതും സ്വന്തം മോളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്ക് തനുജയ്ക്ക് ഇപ്പോൾ ഒരു മോളുണ്ട്. ആ മോളെ കൂടി ഇനി കളയാൻ അതും കൂടെ പോകാനുള്ള അവസ്ഥ തനുജ തന്നെ വരുത്തി വെക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തനുജ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഈ ലൈവ് അല്ലെങ്കിൽ ലൈവിൽ വന്ന ആളുകൾ പറയുന്നതൊന്നുമല്ല ജീവിതം. നമുക്കൊരു ജീവിതം മുന്നിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് ഒരാൾ പോയി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ പോകുന്നതൊന്നുമല്ല ജീവിതം. നമ്മളായിട്ട് ഇതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ നിൽക്കണം. അല്ലാതെ
ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ജീവിതം കരഞ്ഞു കളയല്ലേ തനുജ ചെയ്യേണ്ടത്. കുറച്ചെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല, ഒന്നുമില്ല. ഹലോ, ഒന്നുമില്ല. എന്നെ യൂട്യൂബിൽ കണ്ടുണ്ടാക്കിയ ഒരു സനു എന്ന് പറയുന്ന ലേഡി, അല്ലാതെ സനു, വൈഗ, സെമീറ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വല്ലാതെ നമ്മൾ വീഡിയോ ചെയ്ത് വല്ലാതെ രീതിയിൽ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക. എനിക്കത് പറ്റുന്നില്ല ഏട്ടേ, പറ്റാത്തതുകൊണ്ട്. ഹലോ, എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ, സെമീറ എന്ന് പറയുന്നവർ വളരെ മോശം ഇതൊക്കെ ഇട്ടു. ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മൾ കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ, അങ്ങനെ പറഞ്ഞ വോയിസുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നെ വല്ലാതെ മാനസിക നില തെറ്റിച്ചോണ്ടിരിക്കും അവർ. അപ്പം ഞാനിതോടെ ഇന്നപ്പോടെ എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നിർത്തുക. ഞാനതെല്ലാവരോടും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല 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 ഒന്നുമില്ല, ഒന്നുമില്ല ഏട്ടേ, ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടാവൂല, ആർക്കും ബുദ്ധിമുട്ടാവൂല. ഇല്ല ഇല്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അമ്മ അങ്ങ് പോയായിരുന്നു, അമ്മ തിരുവനന്തപുരത്ത് പോയായിരുന്നു. വേണ്ട വേണ്ട, ആരും വരണ്ട. അപ്പോൾ എന്തായാലും ഫോണിലൂടെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ആ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ആ കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ശ്രദ്ധിച്ചായിരുന്നു, അവർക്ക് തനുജയ്ക്ക് ഒരു കോള് വരുന്നു, തനുജ പെട്ടെന്ന് എടുക്കുന്നു, ചെവിയിലോട്ട് വെക്കുന്നു. ആ കോള് വെച്ചതിന്റെ സൗണ്ടും കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. ഒരു കോള് വരുന്നു, അവരടുത്ത് ചെവി വെക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ഫോൺ ആണെങ്കിൽ ഈ ചെവി വെക്കുമ്പോൾ ലൈറ്റ് കത്തത്തില്ല. പറഞ്ഞു മനസ്സിലായി, അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫോണാണ്. ഓക്കെ, ഇതിന് ലൈറ്റ് കത്തുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഞാനൊന്ന് കോൾ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ കോൾ എടുത്തിട്ടുണ്ട്, അതുപോലെ ചെവി വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര ഒപ്പി പിടിച്ചാലും ചെറുതായിട്ടെങ്കിലും ഈ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. പ്രത്യേകിച്ച് ഇത് കീപാഡിന്റെ സാധനമാണ്, ടച്ച് കിച്ചൊന്നുമില്ല. ഇതിനാകുമ്പോൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ തുടക്കം കത്തി നിൽക്കും. ചില ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നു? അപ്പൊ അങ്ങനെ ഒരു കോളില ആരും വിളിച്ചതുമില്ല. അവരുടെ നാടകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വിവരമുള്ളവർക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്നാൽ അതേ സെയിം ഫോൺ തന്നെ, നിറം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റി. അഥവാ എന്റെ ഭാഗത്ത് എന്തെങ്കിലും. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഡാനി പറയുന്നത് ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നതാണ്. സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ആ ലൈറ്റ് കത്തും, അതിൽ ലൈറ്റ് കത്തുന്നില്ല. അങ്ങനെ ചുമ്മാ ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് ആര് വിളിക്കുന്ന ഒരു വ്യാജാന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് അവൻ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തിയിട്ട് അതിൽ കമൻറ്റുമായിട്ട് അറിയിക്കട്ടെ. അതിൽ അവൻ കാണിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഫോണില്ല, അല്ലെങ്കിൽ ഞാനും അത് നോക്കിയേനെ. അത് പക്ഷേ അങ്ങനത്തെ ഫോണില്ലാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ ഡാനിയുടേത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും തനുജ ഈ കാണിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം മോളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണുമ്പോൾ ആ മോളും ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ മോൾക്കും ഇങ്ങനെയുള്ള പ്രവണതകളും കാര്യങ്ങളൊക്കെ വരും. അത് കുറച്ച് ഇതായിട്ടുള്ള ഒരു മോളാണെങ്കിലും അതിന് കുറേയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുകളുണ്ട്. അതിനും ഒരുപാട്, അതും തന്നെ ഇങ്ങനെയുള്ള മോളാണെങ്കിലും ആ കുഞ്ഞിന് കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകളുമായിട്ട് മോളെ നാലാൾ അറിയുന്ന നല്ലൊരു പ്രശസ്തിയുള്ള ഒരു നല്ലൊരു ഇതാക്കിയിട്ട് വളർത്താൻ ശ്രമിക്കുക തനുജ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതും കേട്ടിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങളും ഇതുമായിട്ട് മുന്നോട്ട് വരാതെ നീയായിട്ട് ജീവിക്കാൻ നോക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തനുജ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെയുള്ള ഇതൊന്നും കാണിച്ചു കൂട്ടരുത്. സെമീറ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പലവരും കുറ്റം പറയുന്നില്ലേ? അപ്പോൾ നമ്മളെക്കുറിച്ചും കുറ്റം പറയും പലരും പേരും തനുജ. അതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഈ കുറ്റം പറയുന്നത് നിർത്തുക. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ
നമ്മൾ എന്താണ് നമ്മളുടെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തനുജ ചെയ്ത് ഡോളർ കയറ്റാൻ നോക്കുന്നത്. തനുജയ്ക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഡെയിലി 2-3 വീഡിയോസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും തന്നെ നല്ലൊരു വരുമാനം കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല തനുജ നല്ലത്. വീട്ടിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സും അതൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ളതൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. ആദ്യം തനുജ ഒന്ന് മനസ്സിലാക്കേണ്ടത് ലൈവ് ഇടുന്നത് നിർത്തി. ലൈവ് ഇടുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും തനുജയായിട്ട് ആ മോളെ നല്ലതായിട്ട് വളർത്തിയിട്ട് ജീവിതം മുന്നോട്ട് സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ നോക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തനുജ എന്ത് കള്ളത്തരങ്ങൾ വന്ന് കാണിച്ചാലും എന്ത് വന്ന് പറഞ്ഞാലും അതൊക്കെ കണ്ടുപിടിക്കാനും തനുജനെ പോലും അതായിട്ടുള്ള ആൾക്കാരല്ല, അത് നോക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളുകളുണ്ട്, കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്തു കൂട്ടാതെ തനുജ നല്ലതായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ തനുജയോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക് നമുക്ക് വീണ്ടും കാണാം.